ആചാര്യജി നമസ്കാരം. ഉം. ആ, ആചാര്യജി, ഇപ്പോ അങ്ങ് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണല്ലോ. ആ, ആ, ഇപ്പോ ഇപ്പം ഞാൻ 3-4 സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് മുമ്പ്. ഇപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനിപ്പോ എന്റെ പഴയ ജോലിയൊക്കെ ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് ചിലതൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഇപ്പോ ആചാര്യജി, ഇത് ചെയ്യുന്നതിനിടയില് എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാ പലതിനെയും നേരിടേണ്ടി വരുന്നുണ്ട്. ആക്ച്വലി ഈ ചോദ്യം ഞാൻ അങ്ങയോട് മുമ്പും ചോദിച്ചിട്ടുള്ളതാ. പക്ഷെ ഞാനത് ഒരിക്കൽ കൂടി ചോദിക്കാണ്. ആം, അങ്ങയുടെ പേഴ്സണൽ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അതിപ്പോ അങ്ങയുടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരുപാട് കാര്യങ്ങള് അങ്ങയുടെ തലച്ചോറിൽ വന്നിട്ട് അങ്ങയെ ആകെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അതിന് ഞാൻ അനുവദിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. അതിലേറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റപ്പെടുക എന്നുള്ളൊരു തോന്നലാണ്. ഇതിനെക്കുറിച്ചാണ് ഞാൻ അങ്ങയോട് പണ്ടും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അന്നങ്ങ് പറഞ്ഞത് ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരാനാ. അപ്പൊ ഞാനങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു ദിനചര്യയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരാറുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാറുമുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 4 മണിക്കൂർ ഞാൻ ഇന്ന കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് എന്റേതായിട്ടുള്ള വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ടൈം ഞാൻ വെച്ചിട്ടുണ്ട്, അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്റെ ബാക്ക് ഓഫ് ദ മൈൻഡ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാ, ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു തരത്തിൽ പറഞ്ഞാല് വീട്ടിനകത്ത് പെട്ടെന്ന് ആരോ കേറിക്കൂടിയ പോലെ. അതായത് അമ്മയുടെ ഓർമ്മകൾ വരിക. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാ, എന്റെ വർക്കിന്റെ സമയമൊക്കെ വേസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇത് ഞാൻ എങ്ങനെയൊക്കെ മറികടന്ന് വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കുറെയൊക്കെ സക്സസ് ആയിട്ടുണ്ട്. എന്നാലും മറ്റു പല കാര്യങ്ങളും എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഒരു 3-ാമത്തെ തവണയാണ് അങ്ങയോട് ഇതേ ചോദ്യം ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയൂ. നോക്കൂ, അടിസ്ഥാനപരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഒന്നേ ഉള്ളൂ, എല്ലാം സഹിക്കേണ്ടി വരും. മനസ്സിലായോ? ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാം. പക്ഷെ അതിനു മുമ്പ് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് തന്നെ പറയാൻ നോക്കുക. ശരിയായ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റൂ. പിന്നെ ശരിയായിട്ട് ജീവിക്കുന്നവരെ പറ്റി ചോദിച്ചാ, ഒന്ന് നമ്മളുടെ ഇതിനകത്തുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ, ശരീരത്തിനകത്തുള്ളൊരു സിസ്റ്റം. പിന്നെ പുറത്തുള്ളൊരു സിസ്റ്റം. അത് സാമൂഹികമായിട്ടുള്ളതാണ്. ഇത് രണ്ടും തന്നെ അവർക്ക് മാപ്പ് കൊടുക്കുന്നുണ്ടാവില്ല. ഉം. അതുകൊണ്ട് മനസ്സൊന്ന് ദൃഢമാക്കണം. അവസാനിപ്പിച്ചോണ്ടല്ല ഞാൻ പറയുന്നത്. ഇനിയും ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആദ്യം പറയേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ പറയണമല്ലോ. എന്തെങ്കിലുമൊക്കെ കള്ളത്തിലൊക്കെ തട്ടിവിട്ടിട്ട് ഇവിടെ ഇപ്പൊ ആർക്കും ഒരു പ്രയോജനമൊന്നുമില്ലല്ലോ. ഏഹ്? നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. ശരിയല്ലേ? ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ശരിയായിട്ടുള്ള ജീവിതമാണ് ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്കെതിരായിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഏറ്റവും കുറഞ്ഞത് തുടക്കത്തിലെങ്കിലും. പിന്നെ പതിയെ പതിയെ നിങ്ങൾ ശരീരത്തിനോട് മോനെ ഇനി നിന്റെ കളി എന്നോട് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അപ്പൊ അവൻ പേടിക്കാനും പരുകാനും ഒക്കെ തുടങ്ങും. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷെ തുടക്കത്തിലെ കുറെ വർഷങ്ങളോളമൊക്കെ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ശാരീരികമായ പ്രക്രിയകളൊക്കെ അകത്തിരുന്നുകൊണ്ട് നിങ്ങളെ ആക്രമിക്കുകയാണെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ മനസ്സ് പല വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിരുദ്ധമായ വികാരങ്ങളാണ് ഉടലെടുക്കുന്നത്. ആലസ്യമാണ് പിടിപെടുന്നത്. ഉറക്കം കൂടുതലായി തുടങ്ങുന്നു. എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ഇറങ്ങിയാലോ, അപ്പ തുടങ്ങും മുട്ടിന് വേദന. ആളുകൾ വരുമ്പോഴൊക്കെ പറയും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആചാര്യേച്ചി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോഴേ പുറത്ത് എന്താണെന്ന് അറിയില്ല, വല്ലാത്ത വേദന തോന്നുന്നു. അല്ല, മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏയ്, ഉണ്ടായിട്ടേ ഇല്ല. ഇന്നലെ സിനിമ കാണാൻ പോയിരുന്നു, 3 മണിക്കൂറും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഒരു വേദന ഉണ്ടായില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ മാത്രം ജൻ ജൻ ജൻ. ഞാൻ പറയുകയാണെങ്കിലേ നിങ്ങളുടെ മൂലാധാര ചക്രം ഉണരുകയായിരിക്കും.
ഓടുന്ന തോണിക്ക് ഒരു ഉന്ത്. ഇപ്പൊ എന്താ നമ്മൾ ഉന്തിയ? ആധ്യാത്മിക ഗുരുവല്ലേ? എന്റെ മുമ്പിൽ വന്നിട്ട് ചക്രം ഉണർന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോയി ഉണരാനാ? പക്ഷെ ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? നമ്മുടെ ചേതനയ്ക്കപ്പുറം ഒരു കാട് കുടിയിരിക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തു വരാൻ ശ്രമിച്ചാലും ആ കാട് അതിനെ അനുവദിക്കില്ല. എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അതിന് അപകട സൂചനയാണ് ഉണ്ടാവുന്നത്. കാട് മെല്ലെ വെട്ടിത്തെളിക്കാൻ നോക്കുക. അപ്പൊ പിന്നെ ശരീരം കഴിയുന്ന എല്ലാ രീതിയിലും ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ചതിപ്രയോഗങ്ങൾ നടത്തും. ചിലപ്പോൾ ചൊറിച്ചിലിന്റെ രൂപത്തിൽ തുടങ്ങും, ചിലപ്പോൾ പുറംവേദന ഉണ്ടാവും, ചിലപ്പോൾ തലവേദന ഉണ്ടാവും, കരയാനുള്ള തോന്നലുണ്ടാക്കും, അനാവശ്യമായ ചിന്തകൾ ഉണ്ടാക്കും, ചിലപ്പോൾ വിശപ്പുണ്ടാക്കും, പെട്ടെന്ന് എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകാനുള്ള തോന്നലുണ്ടാക്കും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എന്താണെന്ന് പറയാൻ പറ്റില്ല. ആകെ വയ്യാതാകുന്നു. ചിലപ്പോൾ അസുഖം ബാധിച്ച പോലെ ആയാൽ എന്ത് ചെയ്യും? ഛർദ്ദിക്കാൻ വരുന്നു. അതുപോലെ പുറത്തുള്ള സമൂഹത്തിന്റെ കാര്യമോ? അത് പിന്നെ ഭയങ്കര കാര്യമാണ്. ശരിയല്ലാത്ത കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല. പിന്നെ അപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹിക്കുക തന്നെ. സഹിക്കൂ. അങ്ങനെ സഹിക്കുമ്പോ എങ്ങനെങ്കിലും എവിടെങ്കിലും വെച്ച് പൊട്ടിപ്പോകുമെന്ന് തോന്നിയാൽ സ്വയം ഉറപ്പിക്കണം, ഇത് സഹിക്കേണ്ടതാണ്. അത്തരം ജീവിതം സഹിക്കണോ അതോ ഇത് സഹിക്കണോ? അപ്പൊ സഹിക്കുന്ന കാര്യം എളുപ്പമായിരിക്കും. എന്തായാലും സഹിച്ചേ പറ്റൂ. എന്തായാലും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഏത് ബുദ്ധിമുട്ട് തിരഞ്ഞെടുക്കണം? ആ ബുദ്ധിമുട്ടിനേക്കാളും ഈ ബുദ്ധിമുട്ടല്ലേ നല്ലത്? അപ്പൊ ഇത് തിരഞ്ഞെടുക്കാം. ഇതാണ് ആദ്യത്തെ കാര്യം. പിന്നെ ഇങ്ങനെ സഹിച്ചുകൊണ്ട് തന്നെ ജീവിക്കേണ്ടി വരുമോ? അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നിയമങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ശരീരത്തിനെ നിങ്ങളങ്ങനെ ശിക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ, അപ്പൊ ശരീരം കുറച്ച് പേടിച്ചു തുടങ്ങുന്നു. ശരീരം എന്ന് വെച്ചാൽ എന്താ? ശരീരത്തിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വികാരപരമായ പ്രവർത്തികളുണ്ടല്ലോ. നമ്മുടെ ഈ ഹോർമോണൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ എല്ലാം ഉണ്ടാവുമല്ലോ. അതെല്ലാം സാവധാനം ശരിയാകാൻ തുടങ്ങും. കാരണം അതും വെറുതെ ഒന്നും ആയിരുന്നില്ല. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? താങ്കളെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. താങ്കളുടെ ഉള്ളിലുള്ള കലാപത്തെ അമർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു. അവർക്ക് മനസ്സിലാവാണെന്നിരിക്കട്ടെ, കാരണം ഇവന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ പിന്നെ അവർ തന്നെ സ്വയം നിയന്ത്രിച്ച് മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നോളും. ഒരാൾ നിങ്ങളെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴാണ് ഇറങ്ങുന്നത്? അകത്തുനിന്നാവട്ടെ പുറത്തുനിന്നാവട്ടെ. നിങ്ങൾ വിഷമിക്കുന്നും തോക്കുന്നും അവന് പ്രതീക്ഷയുള്ളപ്പോഴാ. പക്ഷെ നിങ്ങൾ തോൽക്കാൻ തയ്യാറല്ലെന്ന് നിങ്ങൾ ശരിക്കും തെളിയിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരുണ്ടല്ലോ, അതിപ്പോ പുറത്തുനിന്നാവട്ടെ അകത്തുനിന്നാവട്ടെ, അവരും അതിനുവേണ്ടിയുള്ള ശ്രമം അങ്ങ് ഉപേക്ഷിക്കും. അവര് കരുതിക്കോളും ഇവനോട് കളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇവൻ വേറെ ലെവലാ, പറഞ്ഞാ കേക്കില്ല. ഇവര് തലവേദന ഉണ്ടാക്കി കൊടുത്താലും ആ വേദനിക്കുന്ന തലയോടുകൂടി അവൻ എവിടെ പോണോ അവിടെ പോയിരിക്കും. ഇവര് പനി പിടിപ്പിച്ചാലും ആ പനിയും വെച്ചോണ്ട് അവൻ എവിടെ വേണേലും പൊക്കോളും. ഇവൻ എന്തോരം വിഷമങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും ആ വിഷമത്തോടു കൂടെ തന്നെ അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. അപ്പൊ പിന്നെ ഇവരെ വെറുതെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്താ കാര്യം? പോട്ടെ, വട്ടനെ. അങ്ങനെ ആയിക്കോളൂ, വട്ടനായിക്കോളൂ, എന്നാലേ അതൊക്കെ വിടൂ. ഉം ആരുടെയും കളിക്ക് നിൽക്കാൻ നിൽക്കണ്ട. വളഞ്ഞ പുളഞ്ഞ മരമായ മതി, ആരും വെട്ടാൻ നിൽക്കില്ലല്ലോ. ആ കഥ കേട്ടിട്ടില്ലേ? ഈ വളഞ്ഞ പുളഞ്ഞ മരമാകുമ്പോൾ അതിനെ വെട്ടിയിട്ട് കാര്യമൊന്നുമില്ല, അത് വേസ്റ്റാ. നിങ്ങളും വേസ്റ്റ് ആയിക്കോളൂ, നിങ്ങളെ പിന്നെ ആരും ശല്യപ്പെടുത്താൻ വരില്ല. പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണേ. നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ ഭാഗികമായിട്ടുള്ള കലാപമാണ് ഉണ്ടാക്കുന്നത്. ഭാഗികമായ കലാപം എന്ന് വെച്ചാൽ എന്താ? ഭാഗികമായ കലാപം നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ ഇരിക്കും. പക്ഷെ എവിടെയാണോ ജോലി ചെയ്യേണ്ടത് അവിടെ ജോലി ചെയ്യില്ല. അങ്ങനെ ഒരിക്കലും നടക്കില്ലല്ലോ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് മുഴുവനും ഒരു ഇന്റിഗ്രേറ്റഡ് ആയ ഏകീകൃതമായ ഒരു വ്യവസ്ഥയാണ്. ഒരു ഹോളിസ്റ്റിക് ആയ വിഷയമാണ്. ഇപ്പോ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, അതുപോലെ എവിടെയൊക്കെ പോയിട്ടാണോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നത്, അതേപോലെ വിനോദത്തിന് വേണ്ടി പോകുന്നത്, പിന്നെ എവിടെയാണോ പൂജയ്ക്ക് പോകുന്നത്, പിന്നെ നിങ്ങൾ എവിടെ ചെന്നിട്ടാണോ ജോലി ചെയ്യുന്നത്, ഈ പറഞ്ഞ അഞ്ചും ഒരുപോലെ തന്നെയാണ്. ഈ അഞ്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഒന്ന് തന്നെയാണെന്ന്. അപ്പോ എവിടെ പൂജ ചെയ്യുന്നോ, നമ്മൾ എവിടെ താമസിക്കുന്നോ, അതേപോലെ എവിടുന്നാണോ സാധനങ്ങൾ വാങ്ങുന്നത്, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് അത്. ഉം. പിന്നെ അതേപോലെ നമ്മുടെ ജോലി. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. എല്ലാം കൂടെ ഒന്ന് തന്നെയാ.
ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ 4-5 സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞതെന്ന്. ഇല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളല്ല. ഇത് ഒരേ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 5നെ മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്തായിരിക്കും? നിങ്ങൾ പാർഷ്യലായ കലാപം നടത്തുന്നു. കാരണം നിങ്ങൾ മനസ്സിലാക്കിയതും ഭാഗികമായിട്ടാണ്. അതായത് ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ജോലി അത്രയ്ക്കും ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ജോലി ഒന്ന് മാറ്റണമെന്നുണ്ട്. പക്ഷേ ജോലി മാറ്റും, മറ്റൊന്നും മാറ്റില്ല. നിങ്ങൾ എന്തിനെയാണോ പൂജിക്കുന്നത് അതിനെ മാറ്റാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മമുണ്ട്. അപ്പോ അതിനെ മാത്രം നിങ്ങൾ എങ്ങനെ മാറ്റും? അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും മുമ്പ് ആരാധിച്ചിരുന്നതിനെയാണ് ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് കരുതട്ടെ. അപ്പൊ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്ന ജോലി മുമ്പ് ചെയ്തിരുന്ന അതേ ജോലിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പഴയ സ്ഥലത്ത് ഇപ്പോഴും ചെന്നിട്ട് എന്റർടൈൻമെന്റ് നടത്തുന്നു, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു, വാങ്ങാനുള്ളതൊക്കെ വാങ്ങുന്നു, പണ്ട് പോയിരുന്ന അതേ സ്ഥലത്ത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പൊ നിങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്ന ജോലി ഉപേക്ഷിക്കാനും പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ പഴയ ജോലിയൊക്കെ ഉപേക്ഷിക്കുന്നു, പക്ഷെ പഴയ കൂട്ടുകാരെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരെ അതേപോലെ നിലനിർത്തുന്നു. അപ്പം നിങ്ങൾക്ക് പഴയ ജോലിയിൽ തന്നെ വീണ്ടും തിരിച്ചു പോകേണ്ടി വരും. കാരണം അത് മൊത്തം ഒന്നാണ്. അതെല്ലാം കൂടെ ചേർന്ന ഒരൊറ്റ സിസ്റ്റമാണ്. അവർ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളും മറ്റുമൊക്കെ ആയിരിക്കാം. നിങ്ങൾ പഴയ ജോലി ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ അവരൊരിക്കലും സഹിക്കാൻ തയ്യാറായിരിക്കില്ല. ചിലപ്പോൾ നേരിട്ട് നിങ്ങളോടൊന്നും പറഞ്ഞൊന്നും വരില്ല. ചിലപ്പോൾ പുറമേ നിങ്ങളെ സൂചിപ്പിക്കുകയും ചെയ്യാം. കൊള്ളാം കേട്ടോ, നീ ചെയ്തത് ഏതായാലും നന്നായി, നല്ല കാര്യമായി. നീ ഏതായാലും ആ പഴയ പരിപാടിയൊക്കെ വിട്ടിട്ട് പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണല്ലോ, നല്ലതാ. അവര് വാ കൊണ്ട് അങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷെ അവരുടെയൊക്കെ സ്വന്തം ജീവിതം എങ്ങനെയായിരിക്കും? അവരുടെയൊക്കെ ശരിക്കുള്ള ജീവിതം നിങ്ങളുടെ പഴയ ജീവിതം എങ്ങനെയായിരുന്നു അങ്ങനെയായിരിക്കും. അപ്പൊ ചെന്ന് അവരുടെ ജീവിതം കാണുമ്പോൾ നിങ്ങളിലും നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് പോകാനുള്ള പ്രേരണ ഉണ്ടാവും. അത് നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ. നിങ്ങളുടെ ആ പഴയ കൂട്ടുകാരെന്ന് പറയുന്നവര് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ആ പഴയ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിതനാക്കും. അതുകൊണ്ട് പുതിയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവര് അവർക്ക് ഈ പറഞ്ഞ പോലെ വിപ്ലവമൊക്കെ പൂർണ്ണമായിട്ടും നടത്തേണ്ടി വരും. അതുകൊണ്ടല്ല വിപ്ലവമൊക്കെ നടത്താൻ ഇത്ര ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഇപ്പോ പുതിയതെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ പുതിയത് ചെയ്യുന്നത്? ഉം എല്ലാരും കോർപ്പറേറ്റിലാ ജോലി ചെയ്യുന്നത്. നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. നല്ലതെന്ന് വെച്ചാൽ ഗംഭീര ശമ്പളം അല്ലേ? പിന്നെ കല്യാണം കഴിച്ചു, ഭാര്യ വന്നു. അതിനുശേഷം എവിടെ നിന്നറിയില്ല ഇങ്ങേർക്കൊരു ബോധോദയം ഉണ്ടാവുന്നു. ഞാനിത് എന്തൊക്കെയാ ചെയ്യുന്നത്? പൈസയൊക്കെ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനു വേണ്ടിയാണോ ഞാൻ ജനിച്ചത്? വേറെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അങ്ങനെ വേറെന്തൊക്കെയോ ചെയ്യാൻ ഇറങ്ങി. ഒരു 6-7 മാസം ചെയ്തു, ഉപേക്ഷിച്ചു. ഇത് ഞാൻ ശരിക്കും നടന്ന കാര്യമായി പറയുന്നത്. കുറെ പേര് ചെയ്ത കാര്യ. ആകെ 8 മാസം കൊണ്ട് പരിപാടി നിർത്തി. അപ്പൊ എന്തിനാ നിർത്തിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ലോക്ക്ഡൌൺ ആയിരുന്നു, കുറെ ദിവസം വീട്ടിലിരിക്കേണ്ടി വന്നു എന്നൊക്കെ. അപ്പൊ പുതിയ ജോലി ഉണ്ടായിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. പഴയ ജോലി ഉപേക്ഷിച്ച് കുറച്ചുകൂടെ ഉയർന്ന, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജോലിയാണ് നീ ഇപ്പൊ തുടങ്ങിയത്. എന്നിട്ടിപ്പോ അതെന്തിനാണോ ഉപേക്ഷിച്ചത്? 8 മാസം വീട്ടിലിരിക്കേണ്ടി വന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറും ഭാര്യയുടെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അതുകൊണ്ട്? അവള് പറയുന്നത് അവള് കല്യാണം കഴിച്ച ആളെ തന്നെ അവൾക്ക് വേണമെന്നാ. മനസ്സിലായില്ല. എടോ, അവളെന്റെ ജോലിയാണ് കല്യാണം കഴിച്ചിരുന്നത്. അവളെന്റെ ജോലി കണ്ടിട്ടാ കല്യാണം കഴിച്ചത്. ലോക്ക്ഡൌൺ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഞാൻ മിക്കവാറും പുറത്തെവിടെങ്കിലും ആയിരിക്കും. അവിടെ ജോലിയൊക്കെ ചെയ്ത് വളരെ വൈകിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. തിന്നും കുടിക്കും ഉറങ്ങും, പിന്നെയും പുറത്തോട്ട് പോകുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഇവളുടെ വായിലിരിക്കേണ്ടത് ഇങ്ങനെ കേൾക്കേണ്ടി വരാറില്ലായിരുന്നു. ലോക്ക്ഡൌൺ ആയപ്പോൾ 24 മണിക്കൂർ ഞാൻ ഇവളുടെ മുമ്പിലായിരുന്നു. 8 മാസത്തോളം അവൾ എനിക്ക് ക്ലാസ് എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാന്നാ എന്റെ പഴയ ജോലിക്ക് തന്നെ പോവുക. കാരണം അവൾ പറയുക, ഇങ്ങനൊരു കാര്യം ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോവാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് നിൽക്കില്ലായിരുന്നു, കല്യാണം കഴിക്കില്ലായിരുന്നു. ഞാൻ ആരെയാ കല്യാണം കഴിച്ചത്? ഞാൻ കല്യാണം കഴിച്ചത് ഒരു ഹൈ ഏർണിംഗ് കോർപ്പറേറ്റ് പ്രൊഫഷണലിനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ വേറെന്തോ ചെയ്യുന്നു. അപ്പൊ ഇതിനെ ചതിന്ന് പറഞ്ഞൂടെ? വഞ്ചന എന്നല്ല പറയുക. വെറും വഞ്ചനയല്ല, വിശ്വാസവഞ്ചന. എന്താ, ശരിയല്ലേ? ശരിയല്ലേ? ലോക്ക്ഡൌൺ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സാറ് വീട്ടിലെത്തി.
അപ്പോൾ ഭാഗികമായ കലാപം നടത്താൻ നോക്കിയാലും ഒരിക്കലും വിജയിക്കില്ല. ഒരു വെടിക്ക് രണ്ട് പക്ഷി, അങ്ങനെ ആയിരിക്കണം. അങ്ങനെ പൂർണ്ണമായിട്ട് ജീവിതം മാറ്റണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളെന്തായാലും ഇത്തരത്തിലുള്ള ഫ്രണ്ട്സിനെയും ഇത്തരത്തിലുള്ള ഭാര്യയും ഭർത്താവിനെയും ഒക്കെ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ഒന്നും മാറ്റാൻ സമ്മതിക്കില്ല. ഭാര്യ ചോദിച്ച ചോദ്യം വളരെ ന്യായമാണ്. പറയൂ, ഞാൻ ആരെയാ കല്യാണം കഴിച്ചത്? ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ആരെയായിരുന്നു? അപ്പം ഞാൻ നല്ല ജോലിയുള്ള ഒരാളായിരുന്നു. ഒരു ടോപ്പ് കൺസൾട്ടന്റ് ഫേമിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. സാലറി ആണെങ്കിൽ ഡോളറായിട്ട് വന്നിരുന്നത്. അപ്പോൾ അവള് പറയായിരുന്നു, ഞാൻ അവനെയല്ലേ കല്യാണം കഴിച്ചത്, നിങ്ങൾക്കത് പറ്റില്ലായിരുന്നു, എന്തിനാ കല്യാണത്തിന് നിന്നേ? നിങ്ങളുടെ മുഖം നോക്കിയിട്ടാണോ കല്യാണം കഴിച്ചേ? പോക്കറ്റ് നോക്കിയിട്ടല്ലേ കല്യാണം കഴിച്ചേ? അല്ലെങ്കിലും കല്യാണമൊക്കെ പോക്കറ്റ് നോക്കിയിട്ടല്ലേ നടക്കുന്നത്, ആരാ മുഖം നോക്കുന്നേ? അതാണ് ചോദ്യം. നിങ്ങളിങ്ങനെ മാറാൻ പോകുന്ന ആളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അതായത് ഇപ്പൊ ഇങ്ങേര് പറയുന്ന ഏതാണ്ട് 1 വർഷത്തോളം സമ്പാദ്യമൊന്നും ഉണ്ടാവൂല്ല. അപ്പൊ ഈ ഉണ്ടായ സമ്പാദ്യമൊക്കെ പുതിയ സ്റ്റാർട്ടപ്പിലും ഇടാൻ പോവുക. പിന്നെ ഇതിൽ നിന്ന് എപ്പോഴാ സമ്പാദ്യം ഉണ്ടാവുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ലെന്ന്. ഇനിയിപ്പോ ഇതിൽ നിന്ന് വല്ല വരുമാനം വരുമോന്ന് തന്നെ പറയാൻ പറ്റില്ലെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുമായിരുന്നോ? അതായത് ഏതാണ്ട് 5 ലക്ഷം എനിക്ക് തന്നെ ചെലവ് വരുന്നുണ്ട്. നിങ്ങളൊന്നും സമ്പാദിക്കുന്നില്ലെങ്കിൽ എന്റെ ചെലവ് ആര് നോക്കും? അപ്പോ എന്താ വേണ്ടത്? എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഴയ ജോലി മാത്രമല്ല, പിന്നെ പഴയ പെണ്ണിനെ ഉപേക്ഷിക്കേണ്ടി വരും. ഇതിപ്പോ പെൺകുട്ടികളുടെ കാര്യത്തിലും ഇത് തന്നെയാ കേട്ടോ. അതായത് നിങ്ങളും ഇപ്പൊ പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലും പലരും ഉണ്ടാവുമല്ലോ ഈ ഉപദേശികളെ. ഇവരെയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. ഇവര് കൂടെ ഉണ്ടെങ്കിൽ വല്ലതും നടക്കുവോ? ആക്ച്വലി ഇപ്പോഴാണ് ബിടെക് കഴിഞ്ഞിട്ട് 24 കൊല്ലത്തിന് ശേഷം, MBA കഴിഞ്ഞിട്ട് 21 22 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ IIT IIMന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വീണ്ടും കൂടിയിരിക്കുന്നത്. എന്നെ അവർ ചേർത്തിരിക്കുന്നത്. ഞാൻ ശരിക്കും വേർപെട്ടു പോയിരുന്നു. ആരെയും കാണലും ഉണ്ടായിരുന്നില്ല, സംസാരിക്കലും ഉണ്ടായിരുന്നില്ല, ഒരാളുടെ ഫോൺ നമ്പറും എനിക്കുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ആ ജീവിതം ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സാധാരണ ടിപ്പിക്കലായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അതായത് MBA കഴിഞ്ഞിട്ടുള്ള, അതും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ആ സമയത്ത് എൻ്റെ കൂടെ MBAക്ക് ഉണ്ടായിരുന്നവരടക്കം. അല്ലാതെ വേറൊന്നും നടക്കില്ല. ഈ വീക്കെൻഡിൽ പാർട്ടി നടത്തുന്ന പരിപാടിയൊക്കെ ഇല്ലേ, അവരുടെ കൂടെ പാർട്ടി നടത്താൻ പോയാൽ എന്താവും? എന്താവും? അവരുടെ ലോകം വേറെയാണ്. അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അട്രാക്റ്റീവാണ്. അത് ഏതാണ്ട് കാടിന്റെ ലോകമാണ്. അവരുടെ ആ ലോകത്തില് ഒരുപാട് കാന്തങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിലാണെങ്കിൽ ഒരുപാട് ഇരുമ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊക്കെ അത് വലിച്ചെടുക്കും. പിന്നെ പുതിയതായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ, അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടുകെട്ട് തന്നെ പിന്നെയും എന്തിനാ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത്? അതും ഒരു തരത്തിൽ നമ്മൾ വിട്ടതല്ലേ. അവരിൽ നിന്ന് നമ്മുടെ മനസ്സ് നമ്മൾ അകറ്റിയതല്ലേ. എന്നാലും നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന എന്താ? ഭാഗികമായ കലാപം. നമ്മൾ ജോലിയൊക്കെ മാറ്റുന്നു, പഴയ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുന്നു. ഈ പഴയ കൂട്ടുകെട്ടുകൾ തന്നെ നിങ്ങളെ വീണ്ടും പിടിച്ചു വലിച്ച് പഴയ ജോലിയിലേക്ക് കൊണ്ടുപോകുന്നു. ഏത് തരം വിപ്ലവത്തിലേക്ക് പോവുകയാണെങ്കിലും അത് വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളേണ്ടി വരും. പൂർണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വളരെ സുന്ദരമായ പ്രകാശമുള്ള ഒരു വഴിയിലേക്കാണ് നീങ്ങുന്നെങ്കിൽ, നിങ്ങളോടൊപ്പം അതേ മനോഭാവമുള്ള കുറേ വ്യക്തികൾ അതേപോലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ തയ്യാറാണെങ്കിൽ അവരുമായിട്ട് കൂട്ടുകൂടിക്കോളൂ. അല്ലാതെ ഇരുട്ടിൽ തന്നെ സ്ഥിരമായിട്ട് താമസിക്കാൻ തീരുമാനിച്ചവരുണ്ടാവും. അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നില്ലെങ്കിലോ? അവരെന്തായാലും ഇരുട്ടിൽ തന്നെ താമസിക്കുന്നത് തീരുമാനിച്ചവരാ. അപ്പൊ നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോയാലോ? അവര് നിങ്ങളങ്ങനെ പോകാൻ അനുവദിക്കുവോ? ഒരിക്കലും അനുവദിക്കില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ? വളരെ അപകടകരമായ അവസ്ഥ ആരുടേതാണെന്നറിയാവോ? വെളിച്ചത്തിൽ സാന്നിധ്യം ഉറപ്പിച്ചിട്ടും ഇരുട്ടുമായിട്ടുള്ള തന്റെ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവര്. ആ ഇരുട്ട് അവരെ പിടിച്ചു വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, പുറകോട്ട് തന്നെ വലിച്ചെടുത്ത് കളയും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇരുട്ടി കഴിയുന്ന വ്യക്തിയോട് പറയണം, ഞാൻ പോകുന്ന വഴിയിൽ നീയും എൻ്റെ കൂടെ വരണം. അങ്ങനെ അയാൾ വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാ. അതല്ലാതെ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറല്ലാത്ത ഒരാളുടെ കൂടെ നിങ്ങൾ ബന്ധം നിലനിർത്തി അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാവാതിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ പറയുന്നതിലൊക്കെ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ അനിവാര്യമായിട്ട് വരുമെന്നുള്ളതാണ്. അത് പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ നിവൃത്തിയില്ല. സത്യസന്ധമായ കാര്യം നിങ്ങളോട് പറയാതിരിക്കുന്നതും ഒരു തരത്തിൽ തെറ്റാവില്ലേ?
അതുകൊണ്ട് സത്യം പറയേണ്ടത് ആവശ്യമാണ്. അത് ഞാൻ പറയുകയാണ്. പിന്നെ അതിനുശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥതകൾ. മനസ്സാകെ ചിതറുന്ന പോലെ, പൊട്ടുന്നത് പോലെ. അതാണ് ഇപ്പം നിങ്ങളുടെ അവസ്ഥ. കാരണം നിങ്ങൾ നിങ്ങളുടെ വഴി മാറ്റാൻ തീരുമാനിച്ചു. അതേ സമയത്ത് പഴയ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ മാനസികാവസ്ഥയെ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അകത്തുള്ള പഴയ അന്തരീക്ഷം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ സ്ഥലങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ശരിക്കും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്വന്തം ചുറ്റുപാടുകൾ എത്രമാത്രം മാറ്റാൻ പറ്റുമോ അത്രയും മാറ്റണം. ഞാൻ പറയുകയാണെങ്കിൽ ഡ്രസ്സ് അടക്കം മാറ്റിക്കോ, വീടും മാറിക്കോ, സ്ഥലം മാറിക്കോ. നിങ്ങൾ ഇങ്ങനെ ഈ ഭൂമിയിൽ ഒരേ സ്ഥലത്ത് ബന്ധനത്തിൽ പെട്ടുകിടക്കേണ്ട ആളാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എവിടെയാണ് അവിടെ തന്നെ കിടക്കേണ്ട ആവശ്യം എന്താ? ഡൽഹിയിലോ ഭോപ്പാലിലോ ലക്നൌവിലോ എവിടെയാണല്ലോ ശരി. ഉം? വാസ്തവത്തിൽ നമ്മുടെ മുമ്പിൽ ഈ ലോകം മുഴുവനും ഇങ്ങനെ പരന്നു കിടക്കുകയല്ലേ. ജീവിതം മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ഥലങ്ങളെല്ലാം മാറ്റിക്കോളൂ. വേണമെങ്കിൽ ദേ ഈ ഗോവയിലേക്ക് വന്നോളൂ. എന്താ പ്രശ്നം? പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ അയ്യോ ഞാനിപ്പോൾ അതെങ്ങനെ ചെയ്യാനാ? അവിടെ എന്താ ഉള്ളേ? അവിടെ നമ്മുടെ കുട്ടപ്പന്റെ ബേക്കറി ഉണ്ട്. അതുകൊണ്ട് അല്ല, അതവിടെ ഞാൻ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നതാ. അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അവിടെ തന്നെ കിടക്കുന്നാണോ പറയുന്നത്? കുട്ടപ്പന്റെ ബേക്കറിയിൽ. അല്ല, അതിപ്പോ എന്തിനാ വിടുന്നത്? അവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതൊന്നും വിടാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും വിടാൻ പറ്റില്ല. ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്താ. ആ നാടെന്റെ ഓരോ അണുവിലും നിറഞ്ഞിരിക്കുക. ഞാൻ അവിടുത്തെ നാട്ടുകാരനാ. എന്താ പറയുന്നതെന്നറിയോ? നീയും ഇപ്പൊ എത്രമാത്രം വൃത്തികെട്ടതാ, ആ നാടും അത്ര വൃത്തികെട്ടതാ. കാരണം പൊതുവെ നമ്മുടെ നാടുകളൊക്കെ അങ്ങനെയാണല്ലോ. തുറന്നു കിടക്കുന്ന അഴുക്കുചാലും ദുർഗന്ധം നിറഞ്ഞ സ്ഥലങ്ങളും. അതുപോലത്തെ ഒരു സ്ഥലത്ത് അടഞ്ഞു കിടന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എന്ത് നേടാനാണ്? അവിടുത്തെ നാട്ടുകാരനാണത്രേ. അതുപോലുള്ള പേരുകളും ആയിരിക്കും വെക്കുന്നത്. അവിടെ ഇപ്പൊ എന്താ ഉള്ളത്? എനിക്കൊന്ന് പറഞ്ഞതാ. ഈ വികാരങ്ങൾ മാറ്റിവെക്കേ. ജീവിതത്തിൽ ഒന്നാം സ്ഥാനം മുക്തിക്കും ചേതനയ്ക്കുമാണ് കൊടുക്കേണ്ടത്. വികാരങ്ങളൊക്കെ അതിന്റെ പുറകെ വരുന്നതാ. സ്ഥലത്തിന്റെ പേരിലൊക്കെ ഭയങ്കര അഹങ്കാരമാണ്. പേരെന്താ? പവിത്രം കണ്ണാടി. അവിടെ എന്താ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നേ? അതല്ല. എന്നാലും ഒരേ നാട്ടിൽ നിന്നുള്ള രണ്ടുപേര് കണ്ടുമുട്ടിയതിലുള്ള സന്തോഷം, അതിന് മാത്രം എന്താ അവിടെ? സമൂഹത്തിന്റെ കെട്ടുപാടുകൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് നിനക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് കരുതണ്ട. നമ്മുടെ നാട് വലിയ അബദ്ധങ്ങളാ ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നോക്കം നിൽക്കുന്നതിന്റെ കുറെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാ. യൂറോപ്പ് എന്തുകൊണ്ടാണ് ഇത്ര മുന്നേറിയത്? അവരവിടുന്ന് ഇറങ്ങി പല സ്ഥലങ്ങളിലായിട്ട് കുടിയേറി. നമ്മൾ ഈ ഇന്ത്യക്കാരെങ്ങനെയാ, പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യക്കാരായ ആളുകളുടെ മനസ്സ്? അവൻ പറയും ഞാൻ കാൺപൂരുകാരനാണ്, ഞങ്ങൾ കാൺപൂരിൽ തന്നെ കഴിയും, ഇവിടുന്ന് മാറില്ല. അതിൽ അവന് വലിയ അഭിമാനവും ഫീൽ ചെയ്യും. ഓ, കാൺപൂരിന്റെ മഹാരാജാവ് ഇവനാണെന്ന് തോന്നും. ഷർട്ടിന്റെ പോക്കറ്റിലെ തമ്പാക്കു കാണാം. വായിക്കകത്താണെ ഗുഡ്ക ഉണ്ടാവും. പാന്റിൽ മൊത്തം ഗുഡ്ക തുപ്പിയതിന്റെ കറയായിരിക്കും. മുഖത്ത് പറ്റിയിരിക്കുന്നത് ഗുഡ്ക ആണെങ്കിൽ വേറെ എവരെങ്കിലും ഗുഡ്ക ചവച്ച് തുപ്പിയതായിരിക്കും. കാരണം പരസ്പരം സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പുകയല്ലേ ചെയ്യുന്നത്. ആഹാ, എനിക്ക് അഭിമാനമുണ്ട്. അവിടെ ശരിക്കും എന്താ ഉള്ളേ? ഞാൻ മര്യാദ ഇല്ലാതെ സംസാരിക്കുകയാണെന്ന് കരുതരുത്. പിന്നെ അതേ ഉത്തർപ്രദേശിൽ നിന്ന് വന്നവനാ ഞാനും. മനസ്സിൽ ആ നാടിനോട് ബഹുമാനമുണ്ട്, അവിടുത്തെ പുരോഗതി ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ പോയാൽ നടക്കില്ല. ചെറുപ്പത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏക്ക് ബൂന്ത് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് 5ാം ക്ലാസ്സിലെ ഹിന്ദി പുസ്തകത്തിലെ. ബൂന്ത് അല്ലെങ്കിൽ തുള്ളി ആ കാർമേഘത്തിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്നതാ. അതിന് ഭയങ്കര പേടി. ഞാൻ മണ്ണിൽ വന്ന് വീണാ മണ്ണുമായിട്ട് അലിഞ്ഞു പോവില്ല, ഞാൻ മണ്ണിൽ ചേർന്ന് പോവില്ല, അതിന് പേടി.
പലതരത്തിലുള്ള ചിന്തകൾ അതിനെ കീഴടക്കുക. ഞാൻ മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാനാണെങ്കിൽ വളരെ ചെറുതുമാണ്. മേഘത്തിൽ കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ വളരെ സേഫായിരുന്നു. ഇത് ഞാൻ എന്താ കാണിച്ചേ? ആ മേഘം എൻ്റെ വീടായിരുന്നു. ആ മേഘത്തിൽ ഞാൻ സേഫായിരുന്നു. അങ്ങനെ അതിന് പല രീതിയിലുമുള്ള നെഗറ്റീവ് ചിന്തകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഒടുവിൽ എന്താ സംഭവിക്കുന്നത്? താഴെ ഒരു ചിപ്പി കിടപ്പുണ്ട്. ചിപ്പിയെ ഈ തുള്ളി വന്ന് ചിപ്പിക്കകത്ത് വീഴുന്നു. അത് പിന്നെ മുത്തായി മാറുന്നു. അങ്ങനെ അതിനെ കവി വിവരിക്കുന്നത് ഏതാണ്ട് ഈ രീതിയിലാ. വീട്ടിൽ നിന്നിറങ്ങിയ വെള്ളത്തുള്ളിക്ക് പല ചിന്തകളാ ഉണ്ടായത്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ശരിക്കും കാണാവുന്നതാ. നല്ല സുന്ദരമായ വരികളാ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെ പേടിയോടെയും അനിഷ്ടത്തോടെയും അപശകുനത്തോടെയൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തടത്തോളം അതിനൊരിക്കലും മുത്തായി മാറാൻ കഴിയില്ല. അത് നമ്മുടെ രാജ്യത്തിനെ പോലെയാണ്. നമ്മുടെ രാജ്യം ഇന്ത്യ ഇതെവിടെയുണ്ട്. അതില് ഇത്രയധികം ജനസംഖ്യയായിരിക്കാണോ? കംപ്ലീറ്റ് ഇവിടെ തന്നെയാണ്. അത് പല ഭാഗത്തായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ലോകത്തിന്റെ പല പല രാജ്യങ്ങളിൽ, പല പല ദ്വീപുകളിൽ, വേറെ മഹാദ്വീപുകളില് ഭാരതീയമായ സാന്നിധ്യം കാണാൻ പറ്റുമായിരുന്നു. ഭാരതീയർ ഒരുപാട് പേര് പുറത്തൊക്കെ പോയിട്ടുണ്ട്. അതേതാണ്ട് കഴിഞ്ഞ 50 വർഷത്തിനിടയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതും ബ്രിട്ടീഷുകാരുടെ സംഭാവന കൊണ്ടാണെന്ന് പറയാം. അല്ലെങ്കിൽ സർവ്വരും ഇവിടെ തന്നെ കിടന്നേനെ. അന്ന് വേറെയും ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമുദ്രം കടന്നു പോകുന്നവരൊക്കെ പാപികളായി മാറുന്നു. സമുദ്രം കടക്കുന്നത് പാപമാണത്രേ. അപ്പൊ എവിടെ ജനിച്ചോ അവിടെ തന്നെ കിടന്നു. എന്നിട്ട് വഴി കാണുന്നവരോടൊക്കെ ചോദിക്കും, ഏത് ഗ്രാമത്തിൽ നിന്നാണ് മോനെ? 2 കാര്യമേ ചോദിക്കാനുണ്ടാവുള്ളൂ. ഏത് ഗ്രാമത്തിൽ നിന്നാണ്, ഏത് ജാതിയിൽപ്പെട്ടതാണ്. അത്രേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. അതാണ് നിന്റെ ടോട്ടൽ ഐഡന്റിറ്റി. ഏത് ഗ്രാമത്തിൽ നിന്നാണ്, ഏത് ജാതിയിൽപ്പെട്ടതാണ്. അവിടെ കിടന്നു. അങ്ങനെ അവിടെ കിടക്കുമ്പോഴുണ്ടല്ലോ, പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ തൊണ്ടയടറി സംസാരിക്കുന്നത്. പഴയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മയല്ലേ? അല്ലേ? പഴയ അന്തരീക്ഷം പഴയ ഓർമ്മയാണ്. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരാളായിട്ട് ബ്രേക്കപ്പ് അയക്കൂ. എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ ഡേറ്റിംഗ് നടന്ന അതേ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുക. അപ്പൊ എന്താ ഉണ്ടാകുക? അവിടെ കിടന്ന് കരയുക തന്നെ, അല്ലാതെന്താ? സോ വാട്ട് ഡു യു ലൈക്ക് വിത്ത് യുവർ ടീ? ടിയേഴ്സ്. ചായ അവിടെ വെച്ചിട്ടുണ്ടാവും. സ്വന്തം കണ്ണീര് വീണ ചായ കുടിച്ച് അതേ ടേബിളിലാണ് ഇരിക്കുന്നതും. കാമുകി മുന്നിലായിരുന്നിരുന്നേ. എന്തിനാ പിന്നെ അവിടെ തന്നെ പോകുന്നേ? ഇപ്പോ നിങ്ങൾ അവിടെ ചെന്ന് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ പുതിയ കാര്യങ്ങൾ സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോ അത് മനസ്സിലാക്കുന്ന ആരും ഉണ്ടാവില്ല. ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അവിടെ ചെന്ന് കലാപം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ലോകത്ത് അങ്ങനെ നല്ല മനുഷ്യർക്ക് കുറവൊന്നുമില്ല. പക്ഷെ അവരെയൊക്കെ വീട്ടിലിരുന്നോണ്ട് കാണണമെന്ന് വെച്ചാൽ നടക്കില്ല. സ്വർഗവും ഇവിടെ തന്നെയാണ്, നരകവും ഇവിടെ തന്നെയാണ്. പക്ഷെ സ്വർഗം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അതിന് പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും. അതിൻ്റെതായിട്ട് വില കൊടുക്കണം. അപ്പോഴേ അത് കിട്ടൂ. ഈ പ്രാദേശിക പ്രേമം കൊണ്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ അമേരിക്കയിലേക്ക് എന്തിരിക്കുന്നു? ഈ അമേരിക്കയിലേക്ക് എന്താ? നിങ്ങൾ എന്റെ നാട്ടിൽ വന്നിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാൻ പലതും. ഈ നാസാക്കാർക്ക് ഒരു രക്ഷയുണ്ടാക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അവരുടെ മംഗല്യാൻ ശരിയായില്ലല്ലോ. നിങ്ങൾ പട്നയിലേക്ക് വരൂ. ഞങ്ങളിവിടെ ദിവസവും ശനിദേവനുമായിട്ട് സംസാരിക്കാറുള്ളതാ. റോക്കറ്റിന്റെ യാതൊരു ആവശ്യവുമില്ല. വളരെ ചെറിയ ചെറിയ ഭൗതികമായ കാര്യങ്ങളായി പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കളിക്കാൻ പഠിക്കൂ. അങ്ങനെ എന്തെങ്കിലും കളിക്കാൻ ഇറങ്ങിയാലേ ഈ തല നിന്ന് തീർക്കുന്ന ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ എങ്ങോട്ടെങ്കിലും പൊക്കോളും.
അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞോണ്ടിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയ്ക്കാണ് ഈ അസുഖം കൂടുതൽ. ചുമ്മാ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക, അതാലോചിച്ച് കരഞ്ഞോണ്ടിരിക്കുക. അയ്യോ ഞാൻ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ. മാരകമായ അസുഖ, കവിതാ പാഠമാ, ബ്രേക്കപ്പ് ആയതിന്റെ വേദന, ഇതൊക്കെ ഉണ്ട് ഗംഭീരായിട്ട്. ഇതൊന്നും യാദൃശ്യമായിട്ടുണ്ടായതൊന്നുമല്ല. പണ്ട് ഭാരതത്തില് ഈ കവിതയും അതുപോലെ ഗസലും ഒക്കെ ഉണ്ടല്ലോ, അതൊരു നല്ല സമയമായിരുന്നു, സുവർണ കാലഘട്ടം എന്നൊക്കെ പറയാൻ വേണേ. പക്ഷെ ആ സമയത്താണ് ഭാരതം ദുർബലമായതും അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മളെ കീഴടക്കിയതും. കാരണം അന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ചേതനയെ ഉറക്കിക്കിടത്തുന്നതായിരുന്നു, പിന്നെ മനസ്സിനെ കണ്ണീരിൽ മുക്കിക്കിടത്തുന്നതുമായിരുന്നു. അത് എടുത്തു പറയത്തക്ക ഉദാത്തമൊന്നുമല്ല. അവിടെ നിങ്ങളെ ഉയർത്താൻ പറ്റിയതൊന്നുമില്ല. പകരം നമ്മളെ വീഴ്ത്തി, താഴ്ത്തി, നമ്മളെ മയക്കി കടത്താനുള്ളതാ. പക്ഷെ നമ്മൾ അതിന് പറയുന്ന ന്യായം എന്താ? നമ്മൾ പരിസ്ഥിതിയുടെ ഇരയാണ്, വിക്ടിമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരു നിരാശ കാമുകൻ. നിന്റെ ചുണ്ടുകൾ, നിന്റെ കണ്ണുകൾ, നിന്റെ മുടി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ എന്തിനാ ഈ കാര്യങ്ങൾ പറയുന്നതെന്നറിയാവോ? കാരണം ഈ കാര്യങ്ങളാണ് വ്യർത്ഥമായി പ്രശ്നമുണ്ടാക്കുന്നത്, വികാരം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ സാർത്ഥകമായ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ ചില ചിന്തകളാണ് എന്നെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താ അങ്ങനെയുള്ള ചിന്തകള്? എങ്ങനെ ഞാൻ ഉപേക്ഷിക്കും? നോക്കൂ, ആധ്യാത്മികയും ഭൗതികവാദവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആധ്യാത്മികയുടെ സത്ത എന്ന് പറയുന്നത് ത്യാഗമാണ്. എല്ലാം വിടണം, ത്യാഗം. പക്ഷെ ഭൗതികവാദത്തിന്റെ കേന്ദ്രബിന്ദു എന്താ? എങ്ങനെ ഞാൻ ഉപേക്ഷിക്കും? ഒന്നും വിടാൻ തയ്യാറല്ല. പത്ത് 12 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അന്ന് ശനിയാഴ്ച രാവിലെ ഇതുപോലുള്ള കൂടലുണ്ടാവും, പഴയ മീറ്റിംഗ് പ്ലേസിൽ തന്നെ. അപ്പൊ അവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മിക്കവാറും എന്തെങ്കിലും പാട്ടുകൾ കാണും. അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ സാധാരണ മനുഷ്യന്റെ മനസ്സ് പഠിക്കുക എന്നുള്ളതാണ്. അതില് പലതരം പാട്ടുകൾ വരാറുണ്ട്. ഒരു തവണ ആശാ പരേഖ് ഉണ്ടായിരുന്നു. അവരന്ന് വെളുത്ത സാരി ഉടുത്തോണ്ടാ പാടിയിരുന്നെ. ആശയുമില്ല, പ്രതീക്ഷയുമില്ല, എന്റെ ജീവിതം എന്താ ഒരു നൂല് പൊട്ടിയ പട്ടമാണ്. ഞാനതിങ്ങനെ നോക്കിയിരിക്കുക. ഞാൻ നോക്കുമ്പോ ദാ ഈ മുന്നിൽ കാണുന്ന വ്യക്തി ഉണ്ടല്ലോ, ഇവർക്ക് ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പം കാണുന്നില്ല. കാണാൻ സുന്ദരിയാണ്, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. സാരി കീറി പറഞ്ഞതൊന്നുമല്ല, എന്ന് വെച്ചാൽ അത്യാവശ്യം പൈസ ഉണ്ടെന്ന്. പിന്നെ ഇവർക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നമുള്ളത്? എന്തിനാ ഇവർ ഇത്തരം പാട്ട് പാടുന്നത്? ആശയമില്ല, പ്രതീക്ഷയുമില്ല, എന്റെ ജീവിതം ഇതാ നൂല് പൊട്ടിയ ഒരു പട്ടം പോലെ. എങ്ങനെയാ നൂല് പൊട്ടിയത്? ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ചില പ്രശ്നങ്ങൾ തോന്നിയതിന്റെ കാരണമുണ്ട്. കാരണം സാംസ്കാരിക രൂപത്തില് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഞാനും എന്റെ ജീവിതത്തില് തികച്ചും വ്യർത്ഥമായിട്ടുള്ള, ശൂന്യമായിട്ടുള്ള കുറെ വികാരങ്ങള് കുറെ ചുമന്നുകൊണ്ട് നടന്നിട്ടുണ്ട്. അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടന്നിരിക്കുമ്പോഴുണ്ടല്ലോ, അതിലും നമുക്കൊരു രസം പിടിക്കുക. ഒരു പ്രത്യേക രസം. എന്റെ ജീവിതം ഇങ്ങനെ നൂല് പൊട്ടിയ പട്ടമായി. അതായത് ഞാനും ഒരു ഇരയല്ലേ. എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നോട് ഈ സമൂഹം തെറ്റ് ചെയ്തിട്ടുണ്ട്. സമൂഹം, സമയം, ഇതൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുഖഭാവം കണ്ടാതെ ഇങ്ങനെ. ദുഃഖം എന്ന് പറയുന്നത് നേടിയെടുക്കാൻ പറ്റിയ പുണ്യമൊന്നുമല്ല. അതാദ്യം മനസ്സിലാക്കുക. ദുഃഖിതനാകുക എന്ന് പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിയൊന്നുമല്ല. പക്ഷെ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു ചിന്ത വളരെ വ്യാപകമായിരിക്കുക. ദുഃഖിതനായവൻ പുണ്യാത്മാവാ. ചിലരൊക്കെ സ്വയം പുണ്യാത്മാവാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇല്ലാത്ത ദുഃഖം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ചിരിക്കുന്നത് കണ്ട അവർക്ക് അത്ഭുതമാ. അവനവിടെ ചിരിക്കുക. ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും ഒക്കെ പാപമായിരിക്കുക, അപമാനമായി മാറി. ഇപ്പൊ തന്നെ ദാവണം നോക്കിക്കോളൂ. നമ്മള് ദാ ഇവിടെ ഇരിക്കുന്നു. ഏ
ആരെങ്കിലും ഇവിടെ ഉറക്കെ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാലേ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങളും പറയും, ദേ പാവം കരയുന്നു കരയുന്നു. ആ ആളുടെ ശബ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പാവം തന്നെ നോക്ക്, അയാളവിടെ കരയുക. അപ്പളാ അയാൾ ചിരിക്കാൻ തുടങ്ങുന്നത്. എന്ത് തെമ്മാടിത്തരാ അത്? ആചാര്യജിയുടെ മുന്നിൽ ചിരിക്കേ? അതെ, ഇത് ആധ്യാത്മികമായ ഒരു സ്ഥലമാണ്. ഇവിടെ ചിരിക്കാനൊന്നും പാടില്ല, കരയാനേ പാടൂ. എന്തിനാ കരയുന്നത്? എന്തിനു വേണ്ടിയാ കരയുന്നത്? കരയുക എന്നുള്ള പ്രവൃത്തിക്ക് വേണ്ടി ശക്തമായ കാരണമുണ്ടോ നിങ്ങളുടെ കയ്യില്? എന്താ നിങ്ങൾ ലോകത്തിന്റെ ദുരിതാവസ്ഥ കണ്ടിട്ടാണോ കരയുന്നേ? അതോ നിങ്ങൾ വനത്തിന്റെ വന്യജീവികളുടെ പേരിലാണോ കരഞ്ഞോണ്ടിരിക്കുന്നത്? അതാണല്ലോ ഇപ്പൊ നശിച്ചോണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ കരയാൻ മറ്റൊരു കാരണവുമില്ല. നിങ്ങൾ ജസ്റ്റ് അങ്ങനെ കരഞ്ഞു, അങ്ങനെ തോന്നി നിങ്ങൾക്ക്. എന്തിനു കരയുന്നു? മനസ്സിൽ തോന്നി അത്രേ. അതൊരു ശീലമായിപ്പോയി, അതുകൊണ്ട് കരയുക. എന്തെങ്കിലും ഉന്നതമായ കാരണങ്ങൾ വല്ലതും ഉണ്ടോ? കരയാൻ ഉന്നതമായ കാരണങ്ങളുണ്ടോ? മുഖം വെച്ചിരിക്കുന്ന ഇങ്ങനെയാ, ഗോതമ്പ് മാവ് പിഴിഞ്ഞെടുത്തിരിക്കുന്ന പോലെ, ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ പോലെ. എന്തു പറ്റി? ഒന്നുമില്ല, അങ്ങനെ തോന്നി. സജ്ജനങ്ങൾ എങ്ങനെയാണെന്നറിയാവോ? ഉണർന്നിരിക്കുകയും കരയുകയും ചെയ്യും. അവര് കരയുമായിരുന്നു. അവര് ജാഗ്രത അവസ്ഥയിലായതുകൊണ്ടാണ് കരയുന്നത്. അവർ ഉണർന്നിരിക്കുകയായിരുന്നു. അപ്പൊ ജഗത്തിന്റെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് അറിയാതെ കണ്ണീന്ന് കണ്ണുനീര് വരികയായിരുന്നു. അത് വേറെ കാര്യം. അതിന് നിങ്ങൾ എന്തിനാ മുഖം വികൃതമാക്കുന്നേ? പറയൂ. ഉം? എന്തെങ്കിലും തെളിയിക്കാനാണോ? രക്തസാക്ഷിയാണോ? അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും? അല്ല, ഈ രക്തസാക്ഷി ആകുകയാണെങ്കിൽ തന്നെ യുദ്ധത്തിന് ഇറങ്ങണ്ടേ? ഇവിടെ യുദ്ധമേ ചെയ്തിട്ടില്ല. അപ്പോഴേക്കും രക്തസാക്ഷിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ തുടങ്ങുകയാണോ? എന്ത് പറയാനാ? സമയം അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കും. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമായേനെ. മറ്റു പലരെയും പോലെ ഞങ്ങൾ നിങ്ങളെ സ്വീകരിച്ചേനെ. കുറ്റമൊക്കെ സമയത്തിന്റെ തലയിലാ. നിങ്ങൾക്ക് നേരിട്ട് പറയാൻ ധൈര്യമില്ല. ദുർബലൻ അഭീരുവാ. എന്തിനാ സമയത്തിനെ കുറ്റം പറയുന്നേ? നിങ്ങളുടെ മുന്നിൽ ഒരു വസ്തുവുണ്ട്. അത് ശരിക്കും വില പിടിച്ചതാണ്, വേണ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ധൈര്യത്തോടെ അത് പിടിച്ചു പറിച്ചോണ്ട് വരില്ലേ? അപ്പോഴേക്കും മുട്ടുപറിച്ചു പോയി. ഈ പറഞ്ഞ ധൈര്യമൊന്നും കാണിക്കാൻ പറ്റിയില്ല. എന്നിട്ട് പറയുന്നു സമയത്തിന്റെ പ്രശ്നമാ. സമയത്തിനെ എന്താ വിശ്വസിക്കാൻ പറ്റില്ലേ? സമയമാണോ ചതിച്ചത്? പിന്നെ എന്തിനാ മുഖം ഇങ്ങനെ? നോക്കൂ, മനസ്സിലാക്കൂ. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സമയമൊന്നുമില്ല. നിങ്ങൾ ഉടനെ തന്നെ മരിച്ചു പോവും. എന്നിട്ടും എന്താ കാര്യം മനസ്സിലാക്കാത്തെ? ചിലപ്പോ ഇപ്പം മരിച്ചു പോവും. എന്താ സൂക്ഷിച്ചു വെക്കുന്നേ? നിങ്ങൾക്ക് മരിക്കാനുള്ളതാ. എന്തുവാ ഈ ഭദ്രമാക്കി വെക്കുന്നേ? കരഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ഉണരാൻ നോക്ക്. മരിക്കുന്നതിന് മുമ്പ് ജീവിക്കാൻ ആവശ്യമുള്ള മനോഹരവും സുന്ദരവുമായ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്ക്. ഇതിപ്പോ സ്വയം നിങ്ങൾ തന്നെ നിങ്ങൾക്കത് മനഃപൂർവ്വം നിഷേധിക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കുഴികളിൽ തന്നെ വീണ് കിടക്കണം, അവിടെ തന്നെ ജീവിക്കണം, അവിടെ തന്നെ മരിക്കണം. ആ കുഴികൾ മാനസികവുമാണ്, ഭൗതികവുമാണ്. മനസ്സിൽ ജീവിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾ പുറത്തോട്ട് വാ. അതുപോലെ ഭൗതിക തലത്തിൽ നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത് അവിടുന്ന് പുറത്തോട്ട് വാ. ഒരു ബാധ്യതയുടെയും ആവശ്യമില്ല. എന്തൊക്കെ ബാധ്യത നീ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതൊക്കെ എടുത്തോണ്ടാണോ നീ ഇപ്പൊ ചിതയിലേക്ക് പോകാൻ പോകുന്നേ? ചോദിച്ചത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന ഒന്ന് ശരിക്കും മനസ്സിലാക്കൂ.
വേറെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്റെ ഹോട്ടലിന്റെ കുറച്ചപ്പുറത്തുള്ള ബീച്ചിൽ ഞാൻ പോയിരുന്നു. അവിടെ സ്ത്രീകളൊക്കെ സാരി ഉടുത്തോണ്ടാണ് കറങ്ങി നടക്കുന്നത്. സാരി ഉടുത്തോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. സാരി വളരെ നല്ല ഡ്രസ്സാ. എന്റെ വീട്ടിൽ ഞാൻ സ്ത്രീകളെ സാരിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളിപ്പോ കാര്യം മനസ്സിലാക്കൂ. എനിക്ക് സാരിയോട് വിരോധം ഉണ്ടായിട്ടല്ല. ബീച്ചിൽ സാരി ഉടുത്തോണ്ട് നിങ്ങൾ നടക്കുന്നു. നിങ്ങൾ സാരി ഉടുത്തോണ്ടാണോ മരിക്കാൻ പോകുന്നത്? സാരി ഉടുത്തോണ്ടാണോ ജനിച്ചു വീണത്? അതുപോലെ സാരി ഉടുത്തോണ്ടാണോ ചാരാകാൻ പോകുന്നത്? അയ്യോ, ഹിന്ദുക്കളാവുമ്പോ വേണ്ടേ? സാരി ഉടുത്തിട്ട് തന്നെയല്ലേ കത്തിക്കുന്നേ? അത് വെറുതെ ചുറ്റുന്നതാ. നിങ്ങൾ ധരിക്കുന്നതല്ല, അത് വെറുതെ ചുറ്റിയിടുന്നതാ. ഇങ്ങനെയുള്ള കാണിച്ചുകൂട്ടൽ കൊണ്ട് എന്താ കിട്ടുന്നേ? ജീവിതത്തിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാനുള്ള കഴിവുണ്ട്. അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നേ? അതുപോലെ സ്വയം നിങ്ങൾക്കത് നിഷിദ്ധമാക്കുന്നത് എന്തിനാ? അതിന്റെ ആവശ്യം എന്താണെന്നാണ് ചോദ്യം. എന്നിട്ട് പിന്നെ കരയാം. എന്റെ ജീവിതം ഇങ്ങനെ നൂലുപൊട്ടിയ പട്ടമായ, അതുകൊണ്ട് ഞാനിങ്ങനെ വെളുത്ത സാരി ഉടുത്ത് നടക്കുക. ഞങ്ങളാണോ വെളുത്ത സാരി ഉടുക്കാൻ പറഞ്ഞേ? നീ സ്വയം എടുത്തതല്ലേ? അപ്പൊ കരയരുത്. അല്ലെങ്കിൽ അത് അഴിച്ചുകളാ. ഇത്രയും തുണികളുണ്ട്, ലോകത്തിലെ പലതരം ഡ്രസ്സുകളുണ്ട്. അതിൽ ഏതെങ്കിലും ധരിച്ചാ പോരെ? ഈ വെളുത്ത സാരി ഉടുത്തോണ്ട് കരയണോ? നീ അവിടെ കറങ്ങി നടക്കുന്നത് കണ്ട് തല കറങ്ങുന്നത് ഞങ്ങളുടെയാ. പോരാത്തതിന്റെ കരച്ചിലും. ഇനി കരഞ്ഞ പറ്റുന്നതാണോ ഏതെങ്കിലും മൂലയ്ക്ക് നിന്ന് ക്യാമറയുടെ മുമ്പിൽ വേണോ? ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമുക്കൊരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്തത്, ഒരിക്കലും വിചാരിച്ചാൽ മാറ്റാൻ കഴിയാത്തത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ: മുക്തി. അതല്ലാതെ ബാക്കി എല്ലാത്തിനെയും മാറ്റാൻ പഠിച്ചോ? പഴയ ചിന്തകള്, പഴയ അനുഭവങ്ങള്, ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ല. ഗൗരവമായിട്ട് എടുക്കുന്നെങ്കിൽ അതൊരൊറ്റ കാര്യത്തിനെ മതി. അതെന്താ? ജന്മത്തിന്റെ ഉദ്ദേശം തന്നെ മുക്തിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെഗോഷ്യബിളാ. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആക്കാൻ സാധിക്കും. വേണമെങ്കിൽ സ്വീകരിക്കാൻ പറ്റും, വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റും. വേറെ ഒന്നും തന്നെ ഈ ലോകത്തിൽ നിത്യമായിട്ടുമില്ല. നിത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഒരിക്കലും മാറ്റാൻ പറ്റാത്തത്. ബാക്കിയെല്ലാം പരിവർത്തനത്തിന് വിധേയമാണ്. അതിൽ പരിവർത്തനം ഉണ്ടാവേണ്ടതുമാണ്. പേടി വേണ്ട. ഇവിടെ ചില ആളുകളുണ്ട്, അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടു നോക്കണം. ഗംഭീരമാണ്. 20 വർഷം മുമ്പ് നന്നായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ വെക്കേണ്ടതല്ല. പക്ഷെ ഇപ്പൊ മുടിയില്ല, ഹെയർ തന്നെ ബാക്കിയില്ല. പിന്നെയാണോ ഹെയർ സ്റ്റൈൽ ബാക്കി വെച്ചിരിക്കുന്നത്? ആള് കഷണ്ടിയായി, പക്ഷെ ഹെയർ സ്റ്റൈൽ പഴയതാ. അവർ ഈ കാര്യമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് പറയും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത്, അന്ന് ചിലപ്പോ കട്ട് ചെയ്യാൻ വലതും ഉണ്ടായിരിക്കും. ഇപ്പൊ കട്ട് ചെയ്യാൻ ബാക്കി വല്ലതും ഉണ്ടെങ്കിലല്ലേ കട്ട് ചെയ്യൂ. എല്ലാം മാറിക്കൊണ്ടിരിക്കുക. നീ എന്താ എടുത്തു വെച്ചിരിക്കുന്നേ? എടുത്തു വെച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? അപ്പൊ ഇതൊക്കെ ദുഃഖം തന്നെ. ഇത് തന്നെയാണ് വേദാന്തത്തിന്റെ ബുദ്ധിയുടെയൊക്കെ അടിസ്ഥാനം. എടുത്തു വെക്കാൻ പറ്റാത്ത ഒന്നിനെ എടുത്തു വെക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ പേരാണ് ദുഃഖം. അപ്പൊ നിങ്ങളുടെ മുന്നിൽ കഠിന ദുഃഖത്തിൽ ആഴ്ന്നുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഒരിക്കലും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ ഇയാൾ കാര്യമായിട്ട് സംരക്ഷിക്കാൻ നോക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനിയിപ്പോ ഇതേ ചോദ്യം നിങ്ങൾ 4ാമതും ചോദിച്ചെന്നിരിക്കും. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചോദിച്ചോളൂ.